ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു. അപ്പോൾ എനിക്ക് കുറച്ച് പനം പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കുറച്ച് അധികം ദിവസമായി ഇത് കിട്ടിയിട്ടേ. അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ മക്കളെല്ലാവരും വീട്ടിൽ ഒരുക്കി കൂടുന്ന സമയത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സങ്കീരിച്ച് അങ്ങനെ വെച്ച് ഇപ്പോൾ ദിവസം കുറേ ആയിട്ടോ. അപ്പം ഐഷും പിന്നെ രണ്ടാമത്തെ മോനും ഹോസ്റ്റലിലാണ്. അപ്പോൾ രണ്ടുപേരും ഒത്തിട്ടൊരു ദിവസം ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ മോൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അവന് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയി ഇങ്ങനെ മാറാറുണ്ട് കേട്ടോ. അപ്പം എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഒത്തിട്ട് ഉണ്ടാക്കാൻ കയ്യിൽ നേരിച്ചതാലും ഒരു മോന് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പനംപൊടി കിട്ടി. അപ്പോൾ കുറച്ച് എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല നാടൻ പൊടിയാണ് കേട്ടോ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതൊന്നല്ലേ. അപ്പോൾ എൻ്റെ നാത്തൂന് ആരോ കൊടുത്തതായിരുന്നു. അവർ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ നിന്ന് മറ്റേ പനം മുറിച്ചപ്പോഴും അവരുടെ കുടുംബത്തിലേറ്റവും മുറിച്ചപ്പം കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്കിതൊക്കെ ഒരു ഭാഗ്യം പോലെയാണ് ഇതൊക്കെ കിട്ടുക എന്നാണ് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കിട്ടാറില്ലാത്തൊരു സാധനമുണ്ട്. പിന്നെ കടയിൽ നിന്ന് കുറേ മുന്നേ ഹസ്ബൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെറും ചണ്ടി മാത്രമായിരുന്നു കേട്ടോ. ഇതിൻ്റെ നല്ല പൊടിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതേ ഒരു തേങ്ങ എടുത്ത് പൊട്ടിക്കാണ്. തേങ്ങ വെച്ച് മധുരം ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ തേങ്ങ ദേ അമ്മി കത്തി കാണുന്നില്ല എന്നല്ല ഹസ്ബൻഡ് പറമ്പിലേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ, അരിയ കത്തി. അപ്പോൾ ഞാനിതേ അമ്മിയിൽ വെച്ച് പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ വന്നത്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടായിരിക്കും. ഇത് ശരിക്കും പൊട്ടി കിട്ടാറുണ്ട് കേട്ടോ, ശരിക്കും മുറിഞ്ഞ് കിട്ടാറുണ്ട്. അപ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ടേക്കും ഇങ്ങനെ വെള്ളത്തിലാണ് പൊട്ടിയത്. ചെറിയ മുറി എടുത്ത് അങ്ങ് ചിരകി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. എന്താ പണ്ട് കാലത്തൊക്കെ ഒരു നേരത്തെ ആഹാരം പോലെ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതൊന്നും കിട്ടാനില്ല കേട്ടോ, നമ്മൾ നാട്ടിലൊന്നും കിട്ടാനില്ലേ. എത്രയോ കാലം മുന്നേ കഴിച്ചത്, കുട്ടിക്കാലത്തൊക്കെ കഴിച്ചതായിരുന്നു. പിന്നെ ഈ അടുത്ത് ഹസ്ബൻഡ് കടയിൽ നിന്ന് ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വെറും ചണ്ടി, നമുക്ക് ഇത് നല്ല പൊടിയായിരുന്നില്ല, കൂടുതലും ചണ്ടിയായിരുന്നു. പക്ഷേ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞാനിതേ ആദ്യം വെള്ളം പാർന്ന് ശരിക്കും കുറച്ചൊരു 3 സ്പൂണോളം എടുത്തിട്ട് നല്ല ഇത് കലക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ഊറാൻ വെക്കുന്നുണ്ട്. ഊറാൻ വെക്കുക പറഞ്ഞാൽ എന്തെങ്കിലും പൊടിയോ കരടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം പെട്ടെന്ന് തെളിയും കേട്ടോ. എന്താ വെച്ചാൽ 2 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴേക്കും തെളിഞ്ഞ് അതും കൂടെ ഊറി കിട്ടേ. കണ്ടോ, വെള്ളതേ ഊറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് ഒഴിവാക്കാം കേട്ടോ. ഈ വെള്ളം ഒഴിക്കാൻ മേലൊക്കെ ചെറിയ ചെറിയ കരടൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊന്ന് അരിപ്പ വഴി അരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരിപ്പ വഴി അരിച്ചെടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് അതിൻ്റെ മേലത്തെ വെള്ളം ഒഴിവാക്കാം കേട്ടോ. കണ്ടോ, ഇത്രേ ചണ്ടിയുള്ളൂ. മറ്റേത് ഹസ്ബൻഡ് കടയിൽ നിന്ന് ഒരിക്കൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ കോഴിക്കോട് ഒരു സ്ഥലത്ത് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അരിപ്പ വഴി അരിക്കാനേ ഉള്ളൂ കേട്ടോ, ഒരുപാട് ചണ്ടി. ഇത് ശരിക്കും വെള്ള കളർ, കണ്ട വെള്ളപ്പൊടി, ഇതാണ് യഥാർത്ഥ പൊടി കേട്ടോ. മറ്റത് വെറും നമ്മൾ അരിപ്പയിൽ കാണുന്ന ഒരു കളറേ ഉള്ളുവായിരുന്നേ. അപ്പോൾ പിന്നെ അതൊരു മടുപ്പായി തോന്നിട്ടോ, ഒരു ടേസ്റ്റേ ഇല്ല. അപ്പോൾ ഇതിനാണ് ഇപ്പോൾ യഥാർത്ഥ ടേസ്റ്റ് കിട്ടിയത് കേട്ടോ. പണ്ട് കുട്ടിക്കാലത്തൊക്കെ കഴിച്ചതിൻ്റെ ആ ടേസ്റ്റ് കിട്ടിയത് ഇപ്പോൾ ഇതിനാണ്. അതാ ഈ വെള്ള കാണുന്നില്ല, ആ വെള്ളയാണ് ഇതിൻ്റെ യഥാർത്ഥ പൊടി കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളം ഊറിയപ്പോൾ നമ്മൾ അത് ഒഴിവാക്കി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പാകത്തിനാക്കി എടുക്കുക കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനുള്ള. പിന്നെ 2 ഏലക്കായ കുത്തി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കരപ്പാനിയും ആവശ്യത്തിന് വെള്ളം നമുക്ക് എത്രയാണോ വേണ്ടത് കുറുക്കിയെടുക്കാൻ പാകത്തിനുള്ള വെള്ളം അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചെറുക്കി എടുത്തിട്ടുള്ള തേങ്ങ കുറച്ച് അത് ഇട്ട് കൊടുക്കാം. തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തേങ്ങാപ്പാലായാലും മതി കേട്ടോ. ഇത് കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇത് ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതേ സ്റ്റൗവിൽ വെച്ച് ഇങ്ങനെ കുറുക്കിയെടുക്കാം കേട്ടോ. ഇതൊന്ന് മധുരം ചേർത്തും മധുരം ചേർക്കാതെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. കറി ഒഴിച്ച് പണ്ട് പിന്നെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് കണ്ടിട്ടുണ്ട്, ഉണക്കമീൻ്റെ തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ച് കഴിക്കും. പക്ഷേ എനിക്കൊക്കെ മധുരം ചേർത്തിട്ടായിരുന്നു ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അമ്മയൊക്കെ വീട്ടിലൊക്കെ ഉരലിലൊക്കെ ഇടിച്ചുണ്ടാക്കിയൊരു ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ നാട്ടിലൊന്നും സാധനം കിട്ടാനേ ഇല്ല കേട്ടോ. ഞാനിന്ന് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ ആരെങ്കിലും പനകീറി മുറിച്ചുണ്ടാക്കുന്നതൊന്നും. അപ്പോൾ അതേ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇളം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാതെ നമുക്ക് നല്ലോണം തണുത്താൽ കഷ്ണം പോലെ മുറിച്ചെടുത്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. നല്ലൊരു അലുവ കഷ്ണം പോലെ ഇരിക്കും. അപ്പോൾ ഞാനിതേ കുറച്ച് ഉണ്ടാക്കി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒന്ന് അണ്ടിയോ മുന്തിരിയോ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വറവിടുകയും ചെയ്യാം കേട്ടോ.
നല്ല ടേസ്റ്റാണ്, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ ഇത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണേനും. കുറച്ചിതേ അണ്ടി നമ്മൾ എന്താണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ അയ്യോ അയ്യോ പിന്നെന്താണ് വറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ കഴിക്കാനായിട്ടുണ്ട്. നല്ല ചൂട് തന്നെ ഉണ്ട് കേട്ടോ. ഈ ചൂടോടെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അല്ലാതെയും കഴിക്കാം, തണുത്തതിന് ശേഷം കഴിക്കാം, ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവനിപ്പോൾ രാത്രി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കിയതാണ് കേട്ടോ, കുറച്ചെടുത്തിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.